ടയേർഡാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഉറങ്ങിയിട്ടില്ല ഇന്നലത്തെ നമ്മുടെ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ല കേട്ടോ. കാരണം ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് 100 ദിവസമുള്ള ഡ്രസ്സെല്ലാം ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ച് റിട്ടേൺ അയക്കണമായിരുന്നു. അപ്പൊ ഞാൻ ഇരുന്ന് ഉറങ്ങിയിട്ടില്ല. ഒരുപോലെ കണ്ണടച്ചിട്ട് കൂടിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും പേര് ഇത്രയും ദൂരെ നിന്നൊക്കെ വന്നതുകൊണ്ട്. ഒരുപാട് എനിക്കറിയാം കൊച്ചിയിൽ നിന്നും പല ജില്ലകളിൽ നിന്നൊക്കെ വരുന്നവരാണ്. പിന്നെ എന്റെ കൂടെ തന്നെ എന്റെ ഫ്ലൈറ്റിൽ തന്നെ ഉണ്ടായിരുന്നു ഒത്തിരി പേര്, ഒരു 5 പേര്. അവിടെ തന്നെ ഒരു 5 ദിവസം അവിടെ സ്റ്റേ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അവിടെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. നന്നായിട്ട് സപ്പോർട്ട് നിങ്ങൾ എല്ലാവരും. കാരണം ഇവിടെയുള്ള മിക്ക മീഡിയാസിനെ എനിക്ക് നന്നായിട്ട് നിങ്ങളെ അറിയാം. പല പ്രോഗ്രാമിലും ഇനാഗുറേഷനൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ആ ഒരു പരിചയം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സ്പേസ് തരുന്നത് തന്നെ. എന്തായാലും നിങ്ങളായിട്ട് എനിക്ക് തന്നതാണ് ഈ ഒരു കപ്പ്. അതുപോലെ ഞാൻ പറയണ്ടേ, ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. നിങ്ങൾ എപ്പിസോഡ് കണ്ടിട്ടുണ്ടോ ഇല്ലെന്നുള്ള കാര്യം എനിക്കറിയില്ല. 1 മണിക്കൂർ 1.5 മണിക്കൂർ 1.5 മണിക്കൂർ എപ്പിസോഡ് കണ്ടാ ഒന്നും മനസ്സിലാവില്ല. ശരിക്കും ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലാക്കുന്നത് 1.5 മണിക്കൂറുള്ള ഈ 24 ഇത് എപ്പിസോഡ് ലൈവ് കണ്ടാൽ മാത്രമേ അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്ന കാര്യം ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. കാര്യം നമ്മൾ 1.5 hour എഡിറ്റ് ചെയ്താ വരുന്നത്. ആ ഒരു 24 മണിക്കൂറിലെ ഒരു ഷോയുടെ 1.5 hour എഡിറ്റ്. അപ്പൊ അത് കാണുമ്പോ ആളുകൾ പറയും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. ഇത് നമ്മൾ ഒരു ഫുൾ 24 hours അനു എന്താ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. എയർപോർട്ടിൽ വന്നത് ഫുള്ളും 24 മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാണെന്ന് തോന്നുന്നു. അവിടെ സംസാരം കേട്ടപ്പോഴും ഒത്തിരി പേര് പറഞ്ഞു കാണുന്നുണ്ടെന്ന്. ഒരുപാട് സന്തോഷം. അതെ, ഒരുപാട് സന്തോഷം. ഇത് പറയണ്ടേ, ഓരോ ആഗ്രഹങ്ങള്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, കൊച്ചിയില് എന്റെ വീട് കൊച്ചിയാണ്. അപ്പൊ കൊച്ചിയിൽ ഒരുപാട് ആളുകൾ സ്നേഹിക്കുന്നുണ്ട്. എന്റെ അടുത്ത് കൊച്ചി, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലുള്ള ഒരുപാട് അമ്മമാർ എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ട്. ചേച്ചിക്കും എനിക്കും ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഫോൺ കൈ കിട്ടിയപ്പോ ഇൻസ്റ്റാഗ്രാം തുറന്നപ്പോ എനിക്ക് എല്ലാരും പറഞ്ഞു നെഗൊക്കെ കാണും, നോക്കണ്ട, അല്ല ഞാൻ പറയുന്നത് മൈൻഡ് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കതൊരു പ്രശ്നമല്ല. കാരണം എല്ലാവരുടെ ലൈഫിലും കാണും പോസിറ്റീവും നെഗറ്റീവും ഒക്കെ. അതുകൊണ്ട് നോക്കിയപ്പോ ഫുള്ളും എനിക്കറിയില്ല, എനിക്ക് വന്നത് ഫുള്ളും അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും ഒക്കെ അവര് ആ ലൈവായിട്ട് കാണുന്ന ആ ഒരു മൊമെന്റാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും എനിക്ക് അത് കണ്ടുകൊണ്ടിരിക്കുന്നതോടും എല്ലാം അതായിരുന്നു, ഒരു പോസിറ്റീവായിരുന്നു. 57% വിജയം, അതായത് അത്രയും വോട്ട് കിട്ടി ജയിച്ച ആദ്യത്തെ ലേഡി വിന്നറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പറയേണ്ടത്, നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്നില്ലേ? അപ്പം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നവര് സ്നേഹിക്കുന്നുണ്ട്. അതെ. ഒരാഴ്ചത്തെ ഗ്രാഫ് എന്നെ നന്നായിട്ട് ഇപ്പൊ നിങ്ങളിപ്പോ ഇനാഗുറേഷനും ഇപ്പൊ ഈ പറഞ്ഞ ഞാൻ ചെയ്തിട്ടുള്ള സ്റ്റാർ മാജിക് എന്നുള്ള പ്രോഗ്രാമിലൊക്കെയാണ് നിങ്ങൾ എന്നെ കണ്ടിട്ടുള്ളത്. അപ്പം ഞാൻ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിൽ എന്നെ വിളിച്ച സമയത്ത് എല്ലാ സീസണിലും വിളിക്കാറുണ്ട്, വരാൻ താല്പര്യം ചോദിക്കാറുണ്ട്. അപ്പം ഇഷ്ടമാണ് പോകാൻ. ഇപ്പൊ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കത് എഗ്രിമെന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല.